എന്താ അമ്മേ, ആ ശങ്കരപ്പിള്ള പറഞ്ഞ കുട്ടിയുടെ കാര്യമൊന്നും ആലോചിക്കണ്ട. ആലോചിക്കാണ്ട് പിന്നെ ഞാനൊരു കുട്ടിയെ അമ്മ അറിയും. അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഉഷ, എടാ ചെറുക്ക, നിന്നെ 10 മാസം വയറ്റിലിട്ട് പെറ്റി വളർത്തിയോളാം ഞാൻ. എടാ, നീ വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാന്ന്. ഒരു കാര്യമില്ലാതെ അന്ന് ആ പെണ്ണിനെ ഇവിടൊക്കെ എഴുന്നള്ളിച്ചോണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയത് എന്തെങ്കിലും തോന്നിയവാസത്തിനാ പുറപ്പാടെന്ന്. അതേ, എന്റെ മോൻ ആ പൂതി അങ്ങ് മുളയിലേ നുള്ളിയത്. ഈ അമ്മ കണ്ട നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ പെണ്ണ. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലാലിങ്ങനെ വല്ല തോന്നിയവാസം എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്താ അവളെ വിളിച്ചോണ്ടെങ്കിൽ പോരും. ഞാൻ ചത്തുകളെ. ചത്തോടാ, അച്ഛനില്ലാത്ത നിന്നെ ഒരു കുറവ് അറിയിക്കാൻ ഇത്രയും നാള് വളർത്തിയില്ലയോ? ആ, എന്നെക്കാളും വലുത് ഇന്നലെ നിന്നെ നോക്കി ഇളിച്ച ഒരു പെണ്ണാണെന്ന് വെച്ചാ പിന്നെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ചത്തോ? സത്യമായിട്ട് ഞാൻ ചത്തുകളെ. പോയി ചത്തോടാ. അമ്മയുടെ മോന്നല്ല ഞാനും. എനിക്ക് വേണ്ടി വാശി. ചാവെന്ന് പറഞ്ഞാൽ ചാവും. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? ചത്തു തൊലഞ്ഞോടാ. ഇപ്പൊ കാണിച്ചതാ ഞാൻ. ഈ മുറിയില് ഈ വളയത്തിൽ കെട്ടിത്തൂക്കി ഞാൻ. ജീവിച്ചിരുന്നിട്ട് വെറ്റ തള്ളയ്ക്ക് പോലും ഗുണമില്ലാത്തവൻ എങ്ങനെ ചത്താലെന്താ? കാണിച്ചിട്ട് മോഹിക്കും. കയറി കിട്ടി. ഇനി ചൂട് വേണം. അതുകൂടെ ഉണ്ട്. നല്ല ബലമുള്ള കയറാ. തൂങ്ങിയ 1 മിനിറ്റ് തികച്ചു വേണ്ട. ഞാൻ കയറി തൂക്കി പടഞ്ഞു മരിക്കുന്നത് എന്റെ അമ്മ കാണണം. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മ സന്തോഷിക്കണ്ട. ഒറ്റ പോകല്ല ഞാൻ. ആയുസിൽ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് സമ്മതിക്കാൻ കൂട്ടാകാത്ത അമ്മ മകൻ മരിക്കുന്നത് കാണണം. സ്വന്തം മകന്റെ ആഗ്രഹത്തെക്കാളും വലുത് തന്റെ വാശിയാൽ വരുന്ന അമ്മയുടെ മോനായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാകുക. എന്റെ പൊന്നുപോലെ ഇതിനാണോ നിന്നെ ഞാൻ തലയിലും വെക്കാതെ വളർത്തി?